എന്താണ് ഗൂഗിളിൻ്റെ ബാർഡ്? ഗൂഗിൾ പ്രഖ്യാപിച്ച ബാർഡ് ടെക് ലോകത്തെ മാറ്റിമറിക്കുന്ന ടെക്നോളജിയോ? നോക്കാം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ എടുത്തു നോക്കിയാൽ മനസ്സിലാകും പ്രധാനമായും ടെക്നോളജി, ബിസിനസ് ആൻഡ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം ഒരല്പം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതും ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൈക്രോസോഫ്റ്റിൻ്റെ പിന്തുണയുള്ള openai പുറത്തിറക്കിയ Chatgpt കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ലോകമെമ്പാടും തരംഗമായിരുന്നു. ഇനി അധികം നാൾ കാത്തിരുന്നാൽ ശരിയാവില്ലെന്ന് ഗൂഗിളിന് തോന്നിയത് കൊണ്ടായിരിക്കാം അതിൻ്റെ ഫലമായി ബാർഡ് എന്ന പുതിയ ചാറ്റ് സംവിധാനം ഗൂഗിൾ പുറത്തിറക്കിയത്. ഇൻ്റർനെറ്റ് സെർച്ചിൻ്റെ പര്യായം തന്നെയായി മാറിയ ഗൂഗിൾ അവതരിപ്പിക്കുന്ന AI ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ബാർഡ് എന്ന് പറയുന്നത്. കമ്പനി വികസിപ്പിച്ച ലാംഗ്വേജ് മോഡൽ ഫോർ ഡയലോഗ് ആപ്ലിക്കേഷൻ അഥവാ ലാംഡ കേന്ദ്രമാക്കിയായിരിക്കും പ്രവർത്തിക്കുക. എന്നാൽ പലർക്കുമുള്ള സംശയമായിരിക്കാം ബാർഡ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? എന്തായിരിക്കും ഗൂഗിൾ സെർച്ചിൽ ഉടൻ വരുന്ന മാറ്റം? ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിരവധി ലിങ്കുകൾ ലഭിക്കുന്നു. ഈ ലിങ്കുകൾ തുറന്ന് വേണ്ട വിവരം നാം തന്നെ കണ്ടെത്തണം. എന്നാൽ പേജിൽ ബാർഡും എത്തുമ്പോൾ ലിങ്കുകൾ തുറന്നു നോക്കാതെ തന്നെ വിവരങ്ങൾ ലഭിക്കും. ചാറ്റ് പോലെ ചാറ്റ് മാത്രമായി എടുത്താൽ കൂടുതൽ വിവരങ്ങൾ താഴെ എഴുതി ചോദിക്കുകയും ചെയ്യാം, മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുന്നത് പോലെ. Chatgptയിൽ ഇത്തരം ചാറ്റ് മാത്രമേ ഉള്ളൂ, ലിങ്കുകൾ ഇല്ല. അതേസമയം ഇപ്പോൾ ലഭിക്കുന്ന u.com AI ചാറ്റും ലിങ്കും ലഭിക്കും. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനായ ബിങ്ങും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ലാംഡയുമായി സംവദിക്കാൻ സാധിച്ച ഗൂഗിളിൻ്റെ എഞ്ചിനീയർ ബ്ലേക്ക് നടത്തിയ അവകാശവാദം. ലാംഡയ്ക്ക് ബോധം ഉണ്ടായിരുന്നു എന്നാണ് ബ്ലേക്ക് അവകാശപ്പെട്ടത്. ഇതിൻ്റെ പേരിൽ ബ്ലേക്കിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് വരെ ചെയ്തിരുന്നു. അതേ ലാംഡയാണ് ഇപ്പോൾ ഗൂഗിൾ പൊതുജനത്തിനായി ബാർഡ് വഴി തുറന്നു നൽകുക. ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചൈ എഴുതിയ ഒരു ബ്ലോഗിൽ എങ്ങനെയാണ് ഗൂഗിൾ സെർച്ചിൽ AI ഫീച്ചറുകൾ ഉൾപ്പെടുത്തുകയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ലാംഡ ചില തിരഞ്ഞെടുത്ത ഉപയോക്താക്കൾക്ക് പരീക്ഷണാർത്ഥം ഗൂഗിൾ AI ടെസ്റ്റ് കിച്ചൺ ആപ്പ് വഴി തുറന്നു നൽകിയിരുന്നു. എന്താണ് ബാർഡ്? ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക എന്ന് നോക്കുകയാണെങ്കിൽ 2 വർഷത്തോളമായി കമ്പനിക്കുള്ളിൽ പരീക്ഷിക്കുന്ന ഈ AI സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഗൂഗിൾ വലിയ ജാഗ്രതയാണ് പുലർത്തിയിരുന്നത്. പിച്ചൈ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അത് പരീക്ഷണഘട്ടത്തിലുള്ള ഒരു AI ചാറ്റ് സംവിധാനമായിരിക്കും. വരുന്ന ആഴ്ചകൾ ഇത് കൂടുതൽ ആളുകൾക്ക് തുറന്നു നൽകിയേക്കും. ലാംഡയുടെ കാര്യത്തിൽ വളരെയധികം മുൻകരുതൽ എടുത്ത ഗൂഗിൾ ഇത് കേന്ദ്രീകരിച്ച് സൃഷ്ടിച്ചിരിക്കുന്ന ബാർഡ് അതിവേഗം ആളുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Chatgpt അധികം മുന്നേറുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഗൂഗിളിൻ്റെ ഈ പുതിയ നീക്കം. അതുപോലെ തന്നെ ചാറ്റ് ബോട്ടായ ബാർഡിനോട് സംശയം ചോദിച്ചാൽ ഉത്തരം നൽകാനായി ഈ സംവിധാനം ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ എടുക്കുമെന്ന് പിച്ചൈ പറയുന്നു. പുതിയതും ഉന്നത നിലവാരമുള്ളതുമായ പ്രതികരണം നൽകാൻ കെൽപ്പുള്ളതാണ് ബാർഡ് എന്നാണ് പിച്ചൈ പറയുന്നത്. Chatgpt പ്രയോജനപ്പെടുത്തുന്നത് 2021 അവസാനം വരെ ഇൻ്റർനെറ്റിലുള്ള വിവരങ്ങളാണ്. എന്നാൽ ബാർഡ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരെ ഉൾക്കൊള്ളിച്ച് ഉത്തരം നൽകുമെന്ന് കരുതുന്നു. ഉത്തരങ്ങൾ വളരെ ആഴത്തിലുള്ളതായിരിക്കും. Chatgptയിലുള്ളതുപോലെ ചാറ്റിങ്ങും സാധിക്കും. അതുപോലെ ഇപ്പോൾ Chatgptയോട് ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ബാർഡിനോടും ചോദിക്കാം. ഉദാഹരണത്തിന് നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് നടത്തിയ പുതിയ കണ്ടെത്തലുകൾ ഒരു 9 വയസ്സുകാരന് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ലോക ഫുട്ബോളിലെ ഏറ്റവും നല്ല സ്ട്രൈക്കർമാർ ആരൊക്കെയാണെന്ന് പഠിച്ച ശേഷം അവരുടെ ശീലങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഫുട്ബോൾ കളി മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാമെന്ന് പിച്ചൈ പറയുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നത് ലാംഡ മിനി മാത്രമാണ്. ഗൂഗിൾ ബാർഡിലൂടെ ഇപ്പോൾ നൽകാൻ പോകുന്നത് ലാംഡയുടെ മുഴുവൻ വെർഷനല്ല, മുഴുവൻ ശേഷിയില്ലാത്ത പതിപ്പായിരിക്കുമെന്നും മേധാവി പറയുന്നു. ലൈറ്റ് വെർഷൻ പ്രവർത്തിപ്പിക്കാൻ അധികം കമ്പ്യൂട്ടിംഗ് ശക്തി വേണ്ടിവരില്ല. പക്ഷേ പുതിയ സെർച്ച് രീതി കൂടുതൽ ആളുകൾക്ക് നൽകാനും കമ്പനിക്ക് സാധിക്കും. അതുവഴി ഉപയോക്താക്കളുടെ കൂടുതൽ പ്രതികരണങ്ങളും നേടാൻ വേണ്ടി സാധിക്കും. ഇത്തരം സെർച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് ധാരാളം കമ്പ്യൂട്ടർ പവർ വേണം. Chatgpt പ്രവർത്തിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ആക്ഷൻ ക്ലൗഡ് സർവീസസ് വഴിയാണ്. ഇതിന് ധാരാളം പണം ചെലവാക്കുന്നതിനാൽ Chatgptയുടെ വരിസംഖ്യ നൽകേണ്ട വേർഷനും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് openai. ചിലപ്പോഴൊക്കെ Chatgpt തെറ്റുവരുത്തുന്നതിൻ്റെ ഒരു കാരണവും ഇപ്പോൾ മനസ്സിലായി. താങ്ങാവുന്നതിലേറെ പേർ ഒരേ സമയം AI സേവനം ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നങ്ങളിലൊന്നും. അതോടൊപ്പം ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് ആളുകൾ, ബാർഡ് Chatgptയെ മലർത്തിയടിക്കുമോ എന്നുള്ളത്.
ബാർഡ് പൂർണ്ണമായി പ്രവർത്തന സജ്ജമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ബാർഡ് ഉപയോക്താക്കളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം ഘട്ടം ഘട്ടമായി ആയിരിക്കാം സെർച്ച് എഞ്ചിൻ മികവ് കാണിച്ചു തുടങ്ങുക. നിലവിൽ ചാറ്റ്ജിപിടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക. തുടക്കത്തിൽ ബാർഡിന് ചാറ്റ്ജിപിടിയേക്കാൾ മികവ് പുലർത്താനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആദ്യഘട്ടത്തിൽ ബാർഡിന് എന്തുമാത്രം അറിവാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഗൂഗിൾ വ്യക്തത നൽകിയിട്ടില്ല. ചാറ്റ്ജിപിടിയുടെ പ്രകടനം 2021 വരെയുള്ള വിവരങ്ങൾ വരെയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബാർഡിന് ലാംഡയ്ക്കൊപ്പം ട്രാൻസ്ഫോമർ ടെക്നോളജിയും പ്രയോജനപ്പെടുത്തും. ചാറ്റ്ജിപിടിക്കും മറ്റ് AI ചാറ്റുകൾക്കും പിന്നിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ട്രാൻസ്ഫോമർ ടെക്നോളജിക്കായി മുന്നോട്ടിറങ്ങിയ കമ്പനിയും ഗൂഗിൾ തന്നെയാണ്. പക്ഷേ ഇത് കമ്പനി 2017 ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രാൻസ്ഫോമർ ടെക്നോളജിക്ക് പിന്നിലുള്ളത് ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ സാങ്കേതിക വിദ്യകൾക്ക് പിന്നിലെ പ്രവചന വിദ്യ കൊണ്ടുവന്നിരിക്കുന്നതും ട്രാൻസ്ഫോമർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഗൂഗിൾ ലാംഡയുടെ ശേഷി പ്രദർശിച്ചപ്പോൾ അതിന് കഥകളും മറ്റ് എഴുതാനുള്ള കഴിവും കാണിച്ചിരുന്നു. ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് വേഡ്ക്രോഫ്റ്റ് എന്നാണ്. വേഡ്ക്രോഫ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് പ്രൊഫഷണൽ എഴുത്തുകാരെ കൊണ്ട് കഥകൾ എഴുതുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഗൂഗിൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ കഥകൾ ഇപ്പോൾ ഓൺലൈനിൽ വായിക്കാൻ വേണ്ടി ലഭിക്കും. എന്നാൽ ലാംഡയ്ക്ക് ഇപ്പോൾ കഥയെഴുത്തിൽ വേണ്ട വഴക്കമില്ലെന്നും എഴുത്തുകാരുമായി സഹകരിച്ച് മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നും ഗൂഗിൾ പറഞ്ഞിരുന്നു. പക്ഷേ അതും മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. ബാർഡിനെ ഇപ്പോൾ ഗൂഗിൾ ഇറക്കാനുള്ള കാരണമെന്തെന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ചാറ്റ്ജിപിടിയിൽ മയങ്ങുമോ എന്ന സംശയം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഇതുകൂടാതെ ഗൂഗിളിനോട് ഒരിക്കലും മത്സരിക്കാനാവാതിരുന്ന മൈക്രോസോഫ്റ്റ് ബിങ്ങിൽ ചാറ്റ്ജിപിടി ഉൾപ്പെടുത്തുമ്പോൾ അത് ഗൂഗിൾ സെർച്ചിന് വെല്ലുവിളിയാകുമോ എന്ന സംശയം തിടുക്കപ്പെട്ട് ബാർഡ് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുണ്ടാകാം. ഗൂഗിളാണ് ട്രാൻസ്ഫോമർ ടെക്നോളജി വികസിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയതെങ്കിലും അതിൻ്റെ ഗുണം ആദ്യം അവതരിപ്പിച്ച് ലോകത്തെ അമ്പരിപ്പിച്ചതിൻ്റെ ഖ്യാതി ഓപ്പൺഎഐക്കായിരുന്നല്ലോ. ചാറ്റ്ജിപിടിയുടെ ഞെട്ടിക്കുന്ന വിജയം കണ്ട ഗൂഗിൾ ആകെ വിരണ്ടു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ കമ്പനിയുടെ ദൈനംദിന പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സ്ഥാപകരായ ലാറി പേജിനെയും സെർജെ ബ്രിന്നിനെയും വിളിച്ചു വരുത്തി പദ്ധതിയിൽ അവലോകനം ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെ വരുന്ന പ്രതികരണങ്ങളും ചാറ്റ്ജിപിടി അനുകൂലമാണ്. ഗൂഗിളിനെയും ചാറ്റ്ജിപിടിയെയും താരതമ്യം ചെയ്തു വരുന്ന റിപ്പോർട്ടുകളിലേറെയും ചാറ്റ്ജിപിടി അനുകൂലമായതും ഗൂഗിളിൽ റെഡ് അലർട്ട് മുഴങ്ങാൻ ഇടയാക്കിയെന്നും കരുതപ്പെടുന്നു. തങ്ങളുടെ എതിരാളിയായ മൈക്രോസോഫ്റ്റ് ചാറ്റ്ജിപിടിയിൽ $1000 കോടി ഇറക്കിയതും ഗൂഗിളിനെ ഉണർന്നു പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്നും കരുതാം. അതോടൊപ്പം സങ്കീർണമായ വിവരങ്ങളുടെ രത്നചുരുക്കവും ബാർഡ് നൽകിയേക്കും. വിവിധ വീക്ഷണ കോണുകളിൽ നിന്ന് ഒരേ കാര്യം അത് സങ്കീർണമാണെങ്കിൽ കൂടി വിശകലനം ചെയ്ത് ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് നൽകാൻ ബാർഡിന് സാധിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്റർനെറ്റ് സെർച്ച് അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നതിൽ ചാറ്റ്ജിപിടിയും ഗൂഗിളും കടുത്ത മത്സരം തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കാം.